നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന രണ്ട് ചെടികൾ ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലൊന്ന് നട്ടു വളർത്തണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതവും ഒഴിഞ്ഞു പോകും. ഒരിക്കലും ജീവിതത്തിൽ ആ വീട്ടിൽ കടം കയറില്ല എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വലിയ സമ്പത്തും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും കടങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ഒരിക്കലും ഈ രണ്ട് ചെടികൾ ഒന്നിച്ച് നട്ടു വളർത്തിയിട്ടുള്ള വീടുകളിൽ ഒരിക്കലും കടം കയറില്ല. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. മഹാലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാകും. നാൾക്ക് നാൾ വീട് ഉയരും എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. സ്ഥാനത്ത് വളർത്തണം. എവിടെയെങ്കിലും വളർത്തിയിട്ട് കാര്യമില്ല. സ്ഥാനത്ത് ഒന്നിച്ച് വളർത്തുക. ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ രണ്ട് ചെടികൾ, ഏത് സ്ഥാനത്താണ് നട്ടു വളർത്തേണ്ടതെന്ന്. എല്ലാവരും കേട്ടു നോക്കൂ. കേട്ടിട്ട് കൃത്യമായിട്ട് സ്ഥാനം തെറ്റാതെ നട്ടു വളർത്തു. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങൾ ഒഴിയും. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കവുമായെന്ന് വരാം. പ്രധാനമായിട്ടും 9 ചെടികളാണ് ഇത്തരത്തിൽ ഒന്നിച്ച് നട്ടു വളർത്തിയാൽ ഫലം കൊണ്ടുവരുന്നതായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് 9 തരം ചെടികൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ നട്ടു വളർത്തിയാൽ മതി എന്നുള്ളതാണ്. 9ഉം വളർത്തണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പല ഇടങ്ങളിലായിട്ട് നിൽപ്പുണ്ടാവും. അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ പിഴുതുകൊണ്ട് വന്ന് സ്ഥാനത്ത് വെച്ച് നട്ടു വളർത്തിയാലും മതി എന്നുള്ളതാണ്. 9 എണ്ണം ഞാൻ സ്ഥാനം പറഞ്ഞു തരാം. ഈ 9 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും സ്ഥാനത്ത് നട്ടു വളർത്തു. സകല ദോഷങ്ങളും അത് വളർന്നു പോവിടുന്നതോടുകൂടി ജീവിതത്തിൽ തീരുന്നതായിരിക്കും. സകല ദോഷങ്ങളുടെയും അവസാനമായിരിക്കും ഈ ഒരു വാസ്തുയോഗം എന്ന് പറയുന്നത്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല. എന്തൊക്കെയാണ് ആ 9 എണ്ണം എന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറയാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സ്ഥാനം നോക്കി നട്ടു വളർത്തു. അതിൻ്റെ ഉയർച്ച ജീവിതത്തിൽ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ശിവനരളിയും ശംഖുപുഷ്പവുമാണ്. ശിവനരളി എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള ഈ ഒരു ചെടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ ഇതിന് വേറെ പേരായിരിക്കും പറയുന്നത്. ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിലെ പേരെന്നുള്ളത് എല്ലാവർക്കും ഒന്ന് പറയാവുന്നതാണ്. അപ്പം മറ്റുള്ളവർക്കും ഒന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിന് ശിവനരളി എന്ന് പറയുന്നതാണ്. ഭഗവാൻ ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പുഷ്പമാണ് ശിവനരളി പുഷ്പം എന്ന് പറയുന്നത്. ശിവനരളിയും ശംഖുപുഷ്പം ഉണ്ടല്ലോ, എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ശംഖുപുഷ്പം. ആ ശംഖുപുഷ്പത്തിൽ തന്നെ നീല ശംഖുപുഷ്പം, നീല വെളുത്തമുണ്ട്, നീലയുണ്ട്, പല നിറത്തിലുണ്ടല്ലോ. അതിൽ നീല ശംഖുപുഷ്പം, ശിവനരളി, ഈ മഞ്ഞപ്പൂവും നീല ശംഖുപുഷ്പ ചെടിയും ശിവനരളി വളർത്തി അതിലേക്ക് നീല ശംഖുപുഷ്പം പടർത്തി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. ഇത് വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ്. എവിടെയാണ്? വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല. വീടിൻ്റെ വടക്കും കിഴക്കും ചേരുന്ന, നമ്മൾ ഈശാന കോണ്, ഈശാനമൂല എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥാനത്ത് ശിവനരളിയും ശംഖുപുഷ്പവും ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ ആ വീടിന് ഉയർച്ചയായിരിക്കും ഫലം എന്ന് പറയുന്നത്. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും തീരും. ഒരിക്കലും ആ വീട്ടിൽ കടം കയറില്ല. അനർത്ഥങ്ങളും ദുഃഖങ്ങളും ഒഴിയും. സമ്പത്തും ഐശ്വര്യവും തേടി വരികയും ചെയ്യുന്നതാണ്. ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് വീടുകളിൽ നിങ്ങൾക്ക് ഈ ശിവനരളി ചെടി നിൽക്കുന്ന കാണാൻ പറ്റും. ഇനി കാണുമ്പം സ്ഥാനം ഒന്ന് നോക്കി നോക്കണം. ഈ പറയുന്ന കൃത്യം വടക്ക് കിഴക്ക് കണക്കാക്കിയായിരിക്കും വെച്ചിരിക്കുന്നത്. ചുമ്മാ നിർത്തുന്നതല്ല, ഇത് അറിഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് എവിടെയാണോ ശിവനരളിയും ഇതേ ശംഖുപുഷ്പവും ഒന്നിച്ച് നിൽക്കുന്നത് ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ ചെടി, അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ഒന്നിച്ച് വെക്കേണ്ട ചെടി, അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. പറ്റുന്നവരൊക്കെ വെക്കുക. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കർപ്പൂര തുളസിയും കരിമഞ്ഞളും ഏറ്റവും ഗംഭീരമാട്ടോ. ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, വീടിനേൽക്കുന്ന ദോഷങ്ങൾ, മറ്റ് രീതിയിലുള്ള സാമ്പത്തിക ദുരിതങ്ങൾ, അങ്ങനെ നമ്മളുടെ വീടിനേൽക്കുന്ന എല്ലാ ദോഷത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന 2 ചെടികളാണ് കർപ്പൂര തുളസിയും കരിമഞ്ഞളും എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, തിരുമേനി അയൽക്കാരെ കൊണ്ട് കണ്ണീറും പ്രാക്കുമാണ്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അല്ലെ അയൽപക്കത്ത് തന്നെയുള്ള ചില ബന്ധുക്കളായിരിക്കും, അവരെ കൊണ്ടുള്ള
ദുരിതങ്ങളാണ്. പ്രാക്കും വിളി എരിച്ചിലും കണ്ണീറും കാരണം ഒരു രീതി ജീവിക്കാൻ പറ്റുന്നില്ല. എന്നും ജീവിതത്തിൽ അനർത്ഥങ്ങളും ദുഃഖങ്ങളുമാണ്. കൂടാതെ സാമ്പത്തിക ദുരിതങ്ങൾ വേറെയും. അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് വിഷമം പറയുന്നവർക്ക് ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ള ഒന്നാണ് കർപ്പൂര തുളസിയും കരിമഞ്ഞളും എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം വാങ്ങിക്കണം. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. കർപ്പൂര തുളസി എന്ന് പറയുന്ന സാധാരണ തുളസിയല്ല, അതാ ഈ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത്. കർപ്പൂര തുളസിക്കൊപ്പം കരിമഞ്ഞൾ അത് നിങ്ങൾ പ്രത്യേകം വാങ്ങിക്കണം. സാധാരണ മഞ്ഞളല്ല, കരിമഞ്ഞൾ ഇതാ ഇങ്ങനെ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കരിമഞ്ഞളിൻ്റെ തൈ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. കരിമഞ്ഞളും കർപ്പൂര തുളസിയും കൊണ്ടുവന്ന് സ്ഥാനത്ത് വെക്കണം. ഏതാ സ്ഥാനം? വീടിൻ്റെ വടക്ക് വശം. വേറെ എവിടെ വെച്ചിട്ടും കാര്യമില്ല. വീടിൻ്റെ വടക്ക് വശത്ത് കർപ്പൂര തുളസിയും കരിമഞ്ഞളും ഒറ്റ മൂട്ടിൽ നടണം. എന്താണ് ഒറ്റ മൂട്ടിൽ നടുക എന്ന് പറയുന്നത്? ഒരേ കുഴിയെടുത്ത് അവിടെ ഈ തുളസി വെച്ച് അതിനോടൊപ്പം കരിമഞ്ഞളും നട്ട് അവിടെ ജലം ഒഴിച്ച് ഇത് രണ്ടും ഒരു മൂട്ടിൽ വളർന്ന് പന്തളിച്ച് നിൽക്കുക എന്ന് പറയാം. ഒന്നിച്ച് വളർന്നോളും. ഏറ്റവും ഐശ്വര്യം കേട്ടോ, ഏറ്റവും ഐശ്വര്യം. ഒരു ദോഷവും ഏൽക്കത്തില്ല. ഇനി എത്ര ഉഗ്രൻ കണ്ണേറ് പ്രാക്ക് എരിച്ചിൽ എന്ത് രീതിയിലുള്ള ദോഷം വന്നാലും അതൊക്കെ പമ്പ കടക്കും. ആ വീടിന് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും നാൾക്ക് നാൾ വിജയങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് മണിപ്ലാന്റും താമരയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, മണിപ്ലാന്റും താമരയും എങ്ങനെയാണ് ഒരു മൂട്ടിൽ നടുന്നത്? ഒരു മൂട്ടിലല്ല നടേണ്ടത്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. മണിപ്ലാന്റ് നമുക്കെല്ലാം അറിയാം, നമ്മളുടെ ജീവിതത്തിലെ ധനാഭിവൃദ്ധിക്ക് ഏറ്റവും വേണ്ട ഒരു സസ്യമാണ്. വീട്ടിലെല്ലാവരും വളർത്തുന്നതാണ്. അത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് വളർത്തുക. തെക്ക് കിഴക്കേ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് കുപ്പിയിലോ അല്ലെ പാത്രത്തിലോ വളർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് ഒരു മരച്ചുവട്ടിലോ അങ്ങനെയായിട്ടും പടർത്തി തെക്ക് കിഴക്കേ ഭാഗത്ത് ഒരു മൂട് മണിപ്ലാന്റ് വളർത്തുക. ആ മണിപ്ലാന്റ് അവിടെ വെക്കുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ, തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് നേരെ വരുന്നതാണ്, കിഴക്കൂടെ നേരെ വരുന്നതാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെറിയൊരു ടബ്ബോ അല്ലെ അതിനായിട്ട് നിർമ്മിക്കുന്ന ഒരു കോൺക്രീറ്റ് കുളമോ അല്ലെ ചെറിയൊരു കുളമോ നിർമ്മിച്ച് അതിൽ ഒരു മൂട് താമര നട്ട് വളർത്തുക. നമുക്കിപ്പോൾ ടബിലൊക്കെ വളരെ നിസ്സാരമായിട്ട് എളുപ്പം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി അത് വളർത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആയാലും മതി. ഇപ്പോൾ ടബിൽ വളർത്തിയാലും മതി. താമര എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വരുന്ന ദിക്കായിട്ടുള്ള വടക്ക് കിഴക്കേ ദിക്കിൽ നിന്ന് അതേ ദർശനം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നേരെ കിട്ടുന്ന രീതിയിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് വീടിൻ്റെ മഹാലക്ഷ്മി കോണായിട്ടുള്ള തെക്ക് കിഴക്കേ മൂലയ്ക്ക്, മഹാലക്ഷ്മി വസിക്കുന്ന തെക്ക് കിഴക്കേ ദിക്കിൽ ഒരു മണിപ്ലാന്റ് വളർത്താവുന്നുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യം. ഇത് രണ്ടും നേർരേഖയിൽ വരുന്ന രീതിയിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കും തെക്ക് കിഴക്കേ മൂലയ്ക്കുമായിട്ട്, വടക്ക് കിഴക്കേ മൂലയ്ക്ക് താമരയും അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് മണിപ്ലാന്റും വളർത്തിയാൽ അച്ചിട്ടായിട്ട് ഉയർച്ച ഉറപ്പാന്നാണ് പറയുന്നത്. ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് സ്ഥാനത്ത് വളർത്തണം കേട്ടോ, സ്ഥാനം മാറിപ്പോകരുത്. തെക്ക് കിഴക്ക് വളർത്തേണ്ടതെന്ന് പറയുന്നത് മണിപ്ലാന്റ് ആണ്. വടക്ക് കിഴക്ക് വളർത്തേണ്ടത് എന്ന് പറയുന്നത് അത് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയ ഇരട്ടി ദോഷമോ. വടക്ക് കിഴക്കേ ഭാഗത്ത് വളർത്തേണ്ടതെന്ന് പറയുന്നത് ഒരു ടബിൽ താമരയുമാണ് എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് നന്ദ്യാർവട്ടവും കള്ളിപ്പാലയുമാണ്. നമ്മളൊക്കെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ്. നല്ല പൂക്കളൊക്കെ തരുന്ന, പൂജയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പുഷ്പമാണ് നന്ദ്യാർവട്ട പുഷ്പം എന്ന് പറയുന്നത്. മിക്ക വീടുകളിലും ഇതുണ്ടാവും. പക്ഷേ ഇത് സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയുണ്ടല്ലോ, കന്നിമൂല എന്ന് പറയുന്ന ഭാഗം, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല, തെക്കും പടിഞ്ഞാറും ചേരുന്ന കന്നിമൂല ഭാഗം, കന്നിമൂല ഭാഗത്ത് ഒരു മൂട് നന്ദ്യാർവട്ടവും ഒരു മൂട് കള്ളിപ്പാലയും നട്ടു വളർത്തുക. ഗംഭീരമായിരിക്കും എന്നാണ് ഫലങ്ങൾ പറയുന്നത്. അതായത് നന്ദ്യാർവട്ടം പുഷ്പിക്കുന്ന പോലെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരും. ജീവിതത്തിലേക്ക് വരുന്ന ദോഷങ്ങളെ ആ കള്ളിപ്പാലയിലെ മുള്ളുകൾ പോലെ, കള്ളിപ്പാല പോലെ അതിനെയെല്ലാം നീക്കി തുടച്ച് കളയുകയും ചെയ്യുന്നതാണ്. ഒരു സൈഡിൽ നമുക്ക് ഐശ്വര്യം വരികയും ചെയ്യും, മറ്റൊരു സൈഡിൽ ദോഷങ്ങൾ നീങ്ങുകയും ചെയ്യുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ കള്ളിപ്പാലയും നന്ദ്യാർവട്ടവും കന്നിമൂല ഭാഗത്ത് വളർത്തുക. അവിടെ വളർത്തിയാലാണ്, ഒന്നിച്ച് വളർത്തിയാലാണ് ഫലം കിട്ടുന്നത്. പൊതുവേ നന്ദ്യാർവട്ടം കന്നിമൂലയ്ക്ക് വളർത്തുന്നത് ഏറ്റവും ഗംഭീരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ നന്ദ്യാർവട്ടം വളർത്തുന്നതിൻ്റെ കൂടെ ആ താഴെയായിട്ട് തന്നെ, അതിനടുത്തായിട്ട് തന്നെ ഒരു മൂട് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഐശ്വര്യമായിട്ട് കള്ളിപ്പാലയും കൂടെ നട്ടു വളർത്തുക. സർവം ഗംഭീരമാകും എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തേത്.
അഞ്ചാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കും, പല വീടുകളിലും ഇത് വളർത്താറുണ്ട്. ചെമ്പകവും മന്ദാരവുമാണ്. ഇത് വീടിൻ്റെ കിഴക്ക് വശത്ത് വരുന്നത്. പ്രത്യേകിച്ചും വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും വരുന്നത്, കിഴക്ക് ഭാഗത്ത് രാവിലെ കണി കാണുന്ന രീതിയിൽ വരുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പം ശകുനം കാണുന്ന രീതിയിൽ വരുന്നത് ഗംഭീര ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലം കൊണ്ടുവരുന്ന രണ്ട് വൃക്ഷങ്ങളാണ് അല്ലെങ്കിൽ ചെടികളാണ് ചെമ്പകവും മന്ദാരവും എന്ന് പറയുന്നത്. ഒരുപാട് വീട്ടിൽ പണ്ടൊക്കെ നമ്മളുടെ കാരണവന്മാരൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ തറവാട് കുടുംബങ്ങളായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചെമ്പകവും മന്ദാരവും വീടിൻ്റെ മുൻവശത്ത് കിഴക്ക് വശത്ത് നട്ടു വളർത്തുമായിരുന്നു. അതായിരുന്നു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഭിവൃദ്ധി ആ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്നു താനും എന്നുള്ളതാണ്. അപ്പം ചെമ്പകവും മന്ദാരവും വീടിൻ്റെ കിഴക്ക് വശത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഒരു നാളും നശിക്കത്തില്ല, സർവ്വ ഐശ്വര്യമായിരിക്കും ഗുണം എന്ന് പറയുന്നത് ചെമ്പകവും മന്ദാരവും. അടുത്തത് ആറാമത്തേത് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. മൊത്തം കേട്ട് നോക്കിയിട്ട് 9 എണ്ണവും കേട്ട് നോക്കിയിട്ട് പറ്റുന്ന ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തേത് എന്ന് പറയുന്നത് മഞ്ഞ മുളയുണ്ടല്ലോ, മഞ്ഞമുള. അത് കുറ്റിമുളയായാലും മതി. ഇപ്പം വലിയ മുള വളർത്താറില്ല പലരും, കുറ്റിമുളയാണ് വളർത്തുന്നത്. അപ്പം നഴ്സറിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഈ കുറ്റിമുളയും അല്ലെങ്കിൽ മഞ്ഞമുള എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട, മറ്റേ പച്ചയുണ്ട് മഞ്ഞയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. മഞ്ഞമുളയും മൈലാഞ്ചിയും ഒന്നിച്ച് നട്ടു വളർത്തുന്നത് ഗംഭീരമായിട്ടോ. മൈലാഞ്ചി വളർത്തുമ്പോൾ അങ്ങ് കാട് പോലെ വളർത്താതിരിക്കുക, ഒന്ന് വെട്ടി കുറ്റിയാക്കിയൊക്കെ നിർത്തിയാൽ ഏറ്റവും നന്നായി എന്നുള്ളതാണ്. മഞ്ഞമുളയും മൈലാഞ്ചിയും വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് നട്ടു വളർത്തുക. എവിടെയാണ്? തെക്ക് കിഴക്കേ ഭാഗം. ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടിയായിട്ടാണ് പറയുന്നത്. മഞ്ഞമുള എന്ന് പറയുന്നത് ദോഷങ്ങളെ അകറ്റുന്ന ചെടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ മഹാലക്ഷ്മി സാന്നിധ്യം തെക്ക് കിഴക്കേ ഭാഗത്ത് വരുന്നതോടുകൂടി മഹാലക്ഷ്മിയുടെ ആ ഒരു ശക്തി ആർജിക്കുകയും ആ വീട്ടിലെ ദോഷങ്ങൾ മഞ്ഞമുള നിൽക്കുന്നത് വഴി ഇല്ലാതാവുകയും എല്ലാം ഐശ്വര്യപൂർണ്ണമായി തീരും. ഒരിക്കലും കടം കയറാതെയും ദുരിതങ്ങൾ വരാതെയും ബാധ്യതകൾ വരാതെയും ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെയും ദുഃഖങ്ങളില്ലാതെയും ആ വീട് നിലനിന്ന് പോവുകയും ചെയ്യുന്നതാണ്. അതാണ് ഈ മഞ്ഞമുളയും മൈലാഞ്ചിയും വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് മഹാലക്ഷ്മി വസിക്കുന്ന തെക്ക് കിഴക്കേ ദിക്കിൽ വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്. ഇതാണ് ആറാമത്തേത് എന്ന് പറയുന്നത്. അടുത്തത് ഏഴാമത്തേത് എന്ന് പറയുന്നത് ശംഖുപുഷ്പം ഉണ്ടല്ലോ, വെള്ള ശംഖുപുഷ്പവും മഞ്ഞളും ഒന്നിച്ച് വളർത്തുന്നതാണ്. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക്, ഈശാന കോണ് എന്ന് പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെള്ള ശംഖുപുഷ്പവും മഞ്ഞളും ഒന്നിച്ച് നട്ട് വളർത്താമെങ്കിൽ, അതായത് ശംഖുപുഷ്പം പടർന്നിങ്ങനെ പോവും, അതിൻ്റെ ചുവട്ടിലായിട്ട് അതിൻ്റെ ചുവട് തുടങ്ങുന്നിടത്തായിട്ട് ഒരു മൂട് മഞ്ഞൾ നട്ട് വളർത്തുക. സർവ്വ ഐശ്വര്യം, മഹാലക്ഷ്മി വാഴുന്ന വീടായി ആ വീട് മാറും എന്നുള്ളതാണ്. ഇതാണ് ഏഴാമത്തെ കാര്യം. അത് സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കണം, വടക്ക് കിഴക്കായിരിക്കണം. സ്ഥാനം മാറിപ്പോയി നമ്മൾ ദോഷം വിളിച്ചു വരുത്തുകയും ചെയ്യരുത്. മഞ്ഞളിനോടൊപ്പം വെള്ള ശംഖുപുഷ്പം തന്നെ വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നീല വളർത്തുന്ന ഈ ദോഷമില്ല, പക്ഷേ ഒന്നിച്ച് വളർത്തുമ്പം മഞ്ഞളും ഈ പറയുന്ന വെള്ള ശംഖുപുഷ്പം വളർത്തുന്നതായിരിക്കും കൂടുതൽ കെങ്കേമം എന്ന് പറയുന്നത്. അടുത്ത എട്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് എവിടെയെങ്കിലും മുക്കുറ്റി നിൽക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. ചില വീടുകളിൽ മാത്രമേ മുക്കുറ്റി വളരുള്ളൂ. മുക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വെച്ച് വളർത്തുന്ന അല്ലെങ്കിൽ നട്ട് വളർത്തി കിളിപ്പിക്കുന്ന അല്ല, അത് സ്വന്തമായിട്ട് മുളച്ചു വരണം. മുക്കുറ്റി മുളയ്ക്കുന്ന വീടുകളെന്ന് പറഞ്ഞാൽ ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യമുള്ള വീടാണ്, ഈശ്വരാധീനമുള്ള വീടുകളാണ്, ഈശ്വരാധീനമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടാണ്. അങ്ങനെയുള്ള വീടുകളിലെ ഈ മുക്കുറ്റി പൊതുവെ മുളയ്ക്കാറുള്ളൂ. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി നിൽപ്പുണ്ടോ എന്ന് നോക്കൂ, തൊട്ടടുത്ത വീട്ടിലൊന്ന് നോക്കി നോക്കൂ. അതിര് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു മൂട് പോലും മുളയ്ക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആ ഈശ്വരാധീനമുള്ള വീട് എവിടെയാണോ അവിടെ മാത്രം മുളയ്ക്കുന്ന ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്തൊന്ന് നോക്കുക, മുക്കുറ്റി മുളച്ച് നിൽപ്പുണ്ടോ എന്നുള്ളത്. മുക്കുറ്റി മുളച്ച് നിൽപ്പുണ്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ട് മുക്കുറ്റി കാണാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒത്ത നടുവിലായിട്ട് അല്ലെങ്കിൽ ആ മുക്കുറ്റി ചെടിയുടെ അരികിലായിട്ട് ഒരു തുളസി തൈ കൂടി നട്ടുകൊടുത്ത് അതിനെ പരിപാലിക്കുക, വെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിക്കുക. ഐശ്വര്യമായിരിക്കും കേട്ടോ, നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും. വീടിൻ്റെ കിഴക്ക് വശത്ത് മുക്കുറ്റിയുണ്ട്, അതിനെ പരിപാലിച്ച് അതിനോടൊപ്പം തുളസിയും നട്ടു വളർത്തിയാൽ സകല ദോഷ ദുരിതങ്ങളും തീരുമെന്നാണ് സങ്കല്പം. ഭഗവാനെ നേരിട്ട് പൂജിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ഒരു കാര്യത്തെ കണക്കാക്കുന്നത്. അപ്പം വീടിൻ്റെ ഈ കിഴക്ക് ഭാഗത്ത് ഈ പറഞ്ഞ പോലെ മുക്കുറ്റിയും അതിനോടൊപ്പം ഒരു തുളസിയും കൂടെ നട്ടു വളർത്താമെങ്കിൽ സർവ്വദോഷ ദുരിതം
തീർന്നു കിട്ടും എന്നുള്ളതാണ്. അടുത്തത് 9ാമത്തേത് എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പലരും വീട്ടിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയുള്ളവർ തുളസിത്തറയിൽ തുളസി മാത്രമായിട്ട് വളർത്തരുത് കേട്ടോ. തുളസിയോടൊപ്പം തുളസിത്തറയിൽ ഒരു മൂട് മഞ്ഞളും കൂടെ വയ്ക്കുക. ഐശ്വര്യമായിട്ട് ഒരു മൂട് മഞ്ഞളും കൂടെ വയ്ക്കുക. ആ മഞ്ഞളും തുളസിയും കൂടെ തുളസിത്തറയിൽ ഒന്നിച്ചു നിൽക്കുന്ന വീടുകളിൽ അതിൻ്റേതായ ഐശ്വര്യവും ഉയർച്ചയും കിട്ടും. ആ മഞ്ഞളിനും തുളസിക്കും ജലമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നവർക്ക് ആ ഉയർച്ച നാൾക്ക് നാൾ വരികയും ചെയ്യുന്നതാണ്. രാവിലെ ആ തുളസിയെയും മഞ്ഞളിനെയും തൊട്ട് വണങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് ഈ ജീവിതത്തിൽ ഒരു ദോഷവും വരത്തില്ല കേട്ടോ. സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണുവിൻ്റെയും അമ്മ മഹാമായ മഹാലക്ഷ്മി, സമ്പത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെയും സമന്വയമാണ് വീടിൻ്റെ മുന്നിൽ തുളസിത്തറയുണ്ടാക്കി ആ തുളസിത്തറയിൽ ആ ഭഗവാനും ഭഗവതിയും നിൽക്കുന്നതിന് തുല്യമാണ് തുളസിയും മഞ്ഞളും ഒന്നിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതില്ലെങ്കിലും തുളസിയും മഞ്ഞളും ഒന്നിച്ച് തുളസിത്തറയിൽ നട്ടു വളർത്തി അത് തൊട്ട് വണങ്ങിക്കൊണ്ടൊരു വഴിക്ക് പോകുന്നത് നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് തുല്യമായിട്ടുള്ള ഫലം കിട്ടുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതാണ് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ 9 ചെടികൾ, 9 തരത്തിലുള്ള സ്ഥാനത്ത് വളർത്തേണ്ട 9 ചെടികൾ പറഞ്ഞു തന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ചെടികളായിരിക്കും, പക്ഷേ സ്ഥാനത്ത് വളർത്തു, അതിൻ്റെ ഫലം വേറൊന്നു തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥാനം അറിഞ്ഞ് വളർത്തിയാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണമെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഫലം എത്രത്തോളം മാറുന്നുണ്ട്, വാസ്തുപരമായിട്ട് എന്തോരം ചൈതന്യം വീടിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ എല്ലാവർക്കും പറഞ്ഞു തരാം. 4 ചെടികൾ ഒരിക്കലും വീട്ടിൽ സ്ഥാനം തെറ്റി നിൽക്കരുത് കേട്ടോ. നമ്മൾ വളരെ ദൈവികമെന്ന് കരുതുന്ന 4 ചെടികൾ വീട്ടിൽ സ്ഥാനം തെറ്റി നിന്നാൽ നേരെ വിപരീത ഫലമായിരിക്കും. പലരും ഈ തെറ്റ് ചെയ്യാറുള്ളത് കൊണ്ടാണ് അതും കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിയത്. ഞാൻ ഈ പറയുന്ന 4 ചെടികൾ സ്ഥാനത്തല്ലാതെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വെട്ടിക്കളയണം. അത് സ്ഥാനത്തല്ലാതെ നിൽക്കുന്നത് നിങ്ങളുടെ വീടിന് സകല ദോഷ ദുരിതങ്ങളും വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. ഒന്നാമത് തുളസി കന്നിമൂലയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ അവിടുന്ന് പിഴുതു മാറ്റി വെക്കുക. കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് തുളസി നിന്നാൽ വീട് നശിച്ച ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 2 പുളിമരം ഉണ്ടല്ലോ. പുളിമരം വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് എവിടെയെങ്കിലും നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ദോഷസ്ഥാനത്താണ്, നരകിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. കന്നിമൂലയ്ക്ക് എവിടെ പുളിമരം നിൽക്കുന്നുണ്ടോ അത് സ്ഥാനം തെറ്റി നിൽക്കുകയാണ്, വീടിന് ദോഷമാണ്. 3ാമത്തത് മണിപ്ലാന്റ്. നമ്മളേറ്റവും സൗഭാഗ്യത്തിനായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന മണിപ്ലാന്റ് വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിലായിപ്പോയാൽ സ്ഥാനക്കേടാണ്, ദോഷമാണ്. പണം, അതായത് ധനപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് പകരം ധനപരമായിട്ടുള്ള കോട്ടമായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. മണിപ്ലാന്റ് ഈശാന കോണിൽ വരുന്നത് ദോഷമാണ്. 4ാമത്തതെന്ന് പറയുന്നത് കള്ളിമുള്ളെന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും പ്രധാന വാതിലിന് നേരെ വരരുത്. ഏത് വീട്ടിലാണോ പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പം നേരെ കാണുന്ന രീതിയിൽ കള്ളിമുള്ള് വളർന്നിരിക്കുന്നത് അല്ലെങ്കിൽ കള്ളിമുള്ള് നിൽക്കുന്നത്, അവിടെ ഒക്കെ ദുരിത ദുഃഖങ്ങളായിരിക്കും ഫലമായിട്ട് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ കള്ളിമുള്ള് ഇത്തരത്തിൽ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വരുന്നതുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഈ 4 കാര്യങ്ങൾ സ്ഥാനം തെറ്റി നിന്നാൽ ദോഷമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, മറുപടി പറയുന്നതാണ്. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.